LDF സർക്കാർ ജില്ലയോട് കാണിക്കുന്ന അവഗണനയുടെ ഉദാഹരണമാണ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ നിസാർ മേത്തർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുമെന്നും നിസാർ മേത്തർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മാറ്റത്തിൻ്റെ മഹായാത്രയ്ക്ക് UDFിലെ ഒരു അസോസിയേറ്റ് കക്ഷി എന്ന നിലയിൽ, മെമ്പർ എന്ന നിലയിൽ TMC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, TMC സംസ്ഥാന വ്യാപകമായി 14 ജില്ലകളിലും എല്ലാ കേന്ദ്രങ്ങളിലും ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ 4 സ്വീകരണ യോഗങ്ങളിലും TMCയുടെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതാണ്. അതിന് മുന്നോടിയായി ജില്ലയിലുടനീളം ഈ 4 കേന്ദ്രങ്ങൾ കൂടാതെ ജില്ലയിലുടനീളം യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും TMCയുടെ ഭാഗത്തു നിന്ന് നടത്തുന്നതാണ്. രണ്ടാമതൊരു കാര്യം, കാസർഗോഡ് ജില്ലയിലെ നിങ്ങൾ നിരന്തരം കേൾക്കുന്ന വിഷയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്. കാസർഗോഡ് ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ ഘടന പരിശോധിച്ചാൽ 2011 സെൻസസ് പ്രകാരം 11 ലക്ഷം ആളുകളാണ് ജില്ലയിലുള്ളത്. ഏതാണ്ട് 26 കണക്കെടുത്താൽ ഒരു 16-17 ലക്ഷം ആളുകളുടെ ഡെൻസിറ്റി ഉണ്ട്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 700ഓളം ആളുകളാണ് കാസർഗോഡ് ജില്ലയിൽ തിങ്ങിപ്പാർക്കുന്നത്. ഇതിൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ട സാധാരണക്കാരായ ആളുകൾ, ഈ ആളുകളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരാവശ്യമാണ് കാസർഗോഡിന് സ്വന്തമായൊരു മെഡിക്കൽ കോളേജ് എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ 2013 കാലഘട്ടത്തിൽ ആരംഭിച്ച് 15 യശശരീരനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്ഥലം ഏറ്റെടുക്കുകയും 2015 തന്നെ അതിൻ്റെ പണി ആരംഭിക്കേണ്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. പിന്നീട് 2016 LDF ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് 9.25 വർഷമായി ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ശക്തമായ സമരവുമായി ബഹുജനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായി. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ വികസനം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാ സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ സർക്കാരുകളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള വികസനങ്ങൾ എല്ലാ സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 2015 ആരംഭിച്ച ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം 9.25 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതിനായി ന്യായീകരണം പറയുന്നത് 2022 കരാറുകാരൻ ഈ ബിൽഡിംഗ് പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു എന്നാണ്. സത്യത്തിൽ അത് ആരോഗ്യവകുപ്പ് മന്ത്രി കാസർഗോഡ് ജനങ്ങളെ കളിയാക്കുന്നൊരു പ്രസ്താവനയായിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയത്. കാരണം 2022 കരാറുകാരൻ കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട പദ്ധതി തുക കരാറ് പ്രകാരം ലഭിച്ചില്ല എന്നുള്ളത് ചോദ്യം ചെയ്തുകൊണ്ട്, പണം ലഭ്യമാകണം എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. MMK സിദ്ദിഖ്, KM നബീൽ തൃക്കരിപ്പൂർ, അസീസ് മുഗു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.